ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് കുറച്ചു നേരത്തേക്ക് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചപ്പ്, തക്കാളി, കുരുമുളക്, എണ്ണ, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾ, മുളക്. ഇനി നമ്മൾക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. ചിക്കൻ വേവിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പൊട്ടറ്റോയും എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ് എല്ലാം കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. ഉള്ളി വാട്ടുന്നതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ചുപ്പും. എന്നിട്ട് അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നന്നായി വേവും വരെ ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച ചിക്കൻ നമ്മൾക്ക് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാൻ കഴിയുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കണം. തേങ്ങയും ചെറിയുള്ളിയും നന്നായി വറുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ചിക്കൻ കറിയിലേക്ക് ഇടാൻ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.